ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ UPSC ND എക്സാമിനേഷന് എങ്ങനെയാണ് ഓൺലൈൻ വഴി ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്, എന്താ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങളാരും NDയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവരാണെങ്കിൽ എത്ര വേഗം കാണുക. വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ ഇനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി www.upsconline.nic.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റിലേക്ക് പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗപ്പെടുത്തുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ആർട്ടിക്കിളിലെ അപ്ലൈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ഇതാണ് UPSCയുടെ വെബ്സൈറ്റ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ആദ്യം കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് അതിലൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് ഫോർ അക്കൗണ്ട് ക്രിയേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ഇവിടെ ആദ്യമായിട്ട് നിങ്ങളുടെ ഇമെയിൽ ID എൻ്റർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഇമെയിൽ ID കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് തെറ്റാതെ തന്നെ ആ ഒരു കോളത്തിൽ എൻ്റർ ചെയ്ത് തൊട്ട് താഴെ ഒരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ടിക്ക് ചെയ്ത് ഗെറ്റ് OTP എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള ഇമെയിൽ IDയിലേക്ക് OTP ലഭിക്കുന്നതാണ്. ആ ഒരു OTP ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ OTP കൃത്യമായിട്ട് ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം വെരിഫൈ ഇമെയിലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം തൊട്ട് താഴെ കൺഫേം ചെയ്തിരിക്കേണ്ടതാണ്. നേരത്തെ ഇമെയിൽ IDയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത പോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതാണ്. ആ OTP ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്ത് വെരിഫൈ മൊബൈൽ നമ്പർ ചെയ്യേണ്ടതാണ്. വെരിഫൈ മൊബൈൽ നമ്പർ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ഇവിടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മിനിമം 8 ക്യാരക്ടറെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയയിൽ തന്നെ നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ആ ഒരു പാസ്വേഡ് തൊട്ട് താഴെ കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ ക്രിയേറ്റ് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് സക്സസ്ഫുള്ളി അവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നതാണ്. അതിനുശേഷം ഈ ഒരു സെക്ഷനിൽ ഓക്കെ നൽകുക. ഓക്കെ നൽകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ഹിയർ ടു കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് 3 വഴിയിലൂടെ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒന്ന് മൊബൈൽ നമ്പർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID വഴി, അല്ലെങ്കിൽ URN നമ്പർ വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നതെങ്കിൽ മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതാണ്. ഇമെയിൽ ID ആണെങ്കിൽ ഇമെയിൽ IDയിലേക്ക് OTP വരുന്നതാണ്. അത് എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ലാതെ URN ഒരു നമ്പർ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്നതാണ്. അതായത് മെസ്സേജ് മുഖാന്തരം ലഭിക്കുന്നതാണ്. ആ ഒരു നമ്പർ എൻ്റർ ചെയ്ത് നിങ്ങളുടെ പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ 3 മെത്തേഡിലൂടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലേതെങ്കിലും ഒരു മെത്തേഡിലൂടെ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ ഇനി അടുത്ത സെക്ഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത് യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. ഒന്നാമത് ഇൻസ്ട്രക്ഷൻസും രണ്ടാമത് പ്രൊസീഡ് ഫോർ യൂണിവേഴ്സൽ രജിസ്ട്രേഷനും. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ആ ഒരു ഇൻസ്ട്രക്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം പ്രൊസീഡ് ഫോർ യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് നിങ്ങളുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേര് കറക്റ്റായിട്ട് തന്നെ ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. നിങ്ങൾക്ക് മിഡിൽ നെയിം അതുപോലെ തന്നെ ലാസ്റ്റ് നെയിമൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ പേര് കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ്.
അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഒരു യെസ് ഓർ നോ ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. അതായത് അവിടെ ചോദിച്ചിരിക്കുന്ന നിങ്ങൾ നേരത്തെ എൻ്റർ ചെയ്ത പേരും 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ പേരും സെയിം ആണോ എന്നാണ്. ആയിട്ടുള്ളവർ അവിടെ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. നോ എന്ന് കൊടുക്കുന്നവർ കൃത്യമായിട്ട് നിങ്ങളുടെ പേരും കാര്യങ്ങളെല്ലാം ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജെൻഡറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജെൻഡർ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം വലത്തേ സൈഡിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം കൺഫേം ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം കൺഫേം ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഗാർഡിയൻസ് നെയിം തുടങ്ങിയ 3 ഡീറ്റെയിൽസും അവിടെ എൻ്റർ ചെയ്യുക. വലത്തേ സൈഡിൽ അതിൻ്റെ കൺഫർമേഷനും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ കൺഫേം നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത ശേഷം നെക്സ്റ്റ് ആൻഡ് റിവ്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവിടെ വരുന്നതാണ്. അപ്പോൾ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്യുക. അതിനുശേഷം താഴെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. അപ്പോൾ അതിൽ യെസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം സേവ് ആയിരിക്കുന്നതാണ്. ഇനി അടുത്ത സെക്ഷനിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാനാണ്. അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് 10ാം ക്ലാസ് ഏത് ബോർഡിൻ്റെ കീഴിൽ നിന്നാണ് പഠിച്ച് പാസ്സായിട്ടുള്ളതെന്നാണ്. അതായത് ഇന്ത്യയിൽ നിന്നാണോ അതോ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണോ പാസ് ആയിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് പാസ്സായിട്ടുള്ളവർ അവിടെ ഇന്ത്യ സെലക്ട് ചെയ്യുക. തൊട്ട് താഴെ കുറച്ച് ഓപ്ഷൻസ് അവിടെ വരുന്നതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് 10ാം ക്ലാസ് ഏത് സ്റ്റേറ്റിൻ്റെ കീഴിൽ നിന്നാണ് പഠിച്ച് പാസ്സായിട്ടുള്ളതെന്നാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ച് പാസ്സായിട്ടുള്ളത് ഏത് സ്റ്റേറ്റിൻ്റെ കീഴിൽ നിന്നാണോ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ അല്ലെങ്കിൽ വലത്തേ സൈഡിലായിട്ട് നിങ്ങളത് കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ്. ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ വലത്തേ സൈഡിൽ കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ്. അടുത്ത രണ്ടാമതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് ഏത് ബോർഡിൻ്റെ കീഴിൽ നിന്നാണ് 10ാം ക്ലാസ് എക്സാമിനേഷൻ പാസ്സായിരിക്കുന്നതെന്നാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ച് പാസ്സായിട്ടുള്ള ബോർഡ് ഏതാണോ അത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം പാസിംഗ് ഔട്ട് ഇയർ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതും അവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നമ്പർ ചോദിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിൻ്റെയാണ്. ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം 10ാം ക്ലാസ്സിൻ്റെയാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ തൊട്ട് താഴെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് റോൾ നമ്പറാണ്. അപ്പം 10ാം ക്ലാസ്സിൻ്റെ റോൾ നമ്പർ ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ഏത് ദിവസമാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളതെന്നാണ്. അപ്പോൾ നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഡേറ്റ് ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഗ്രേഡിംഗ് സിസ്റ്റമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗ്രേഡിംഗ് സിസ്റ്റം അവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ ഫയലിൻ്റെ സൈസും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. 50 KB-ക്കും 300 KB-ക്കും ഇടയിൽ ആയിരിക്കേണ്ടതാണ്. കൂടാതെ ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ പേരും പറയുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ആ ഒരു പേരിൽ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നിലവിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബോർഡ് സർട്ടിഫിക്കറ്റ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ഫയൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഒരു ഫയലിൻ്റെ പേര് ബോർഡ് സർട്ടിഫിക്കറ്റ് എന്നാക്കിയിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവിടെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത ശേഷം അപ്ലോഡ് സർട്ടിഫിക്കറ്റ് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അവിടെ അപ്ലോഡ് ആകുന്നതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ഡിക്ലറേഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിൽ ടിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ആൻഡ് റിവ്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിൻ്റെയും അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവിടെ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ഇവിടെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആധാർ സ്റ്റാറ്റസ് ആണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ യെസ് ഐ ഹാവ് ആധാർ ഇഷ്യൂഡ് ആധാർ കാർഡ് ആൻഡ് കൺസേൺ ടു പ്രൊസീഡ് ഫോർ വെരിഫിക്കേഷൻ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആധാറിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആധാർ കാർഡ് ഇല്ലാത്തവർ ഏറ്റവും താഴെ ഐ ഡോണ്ട് വാണ്ട് ടു പ്രൊസീഡ് വിത്ത് ആധാർ വെരിഫിക്കേഷൻ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആധാർ കാർഡ് ഇല്ലാത്തവർ മറ്റേതെങ്കിലും ID പ്രൂഫിൻ്റെ ഡീറ്റെയിൽസ് ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. ഇവിടെ ഇപ്പം ആധാർ കാർഡ് ഇല്ലാതെയാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഐ ഡോണ്ട് വാണ്ട് ടു പ്രൊസീഡ് വിത്ത് ആധാർ കാർഡ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു ID പ്രൂഫിൻ്റെ ഡീറ്റെയിൽസ് ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. ഇവിടെ അംഗീകരിക്കപ്പെടുന്നത് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട്, ഫോട്ടോ ID കാർഡ് ഇഷ്യൂഡ് ബൈ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്, ക്ലാസ് 11 ഓർ ക്ലാസ് 12 ID കാർഡ് ഇഷ്യൂഡ് ബൈ ദ സ്കൂൾ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇത്രയും ID പ്രൂഫ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ സെലക്ട് ചെയ്യാൻ സാധിക്കാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ID പ്രൂഫ് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾ ഏത് ID പ്രൂഫാണ് ഇവിടെ സെലക്ട് ചെയ്യുന്ന ആ ഒരു ID പ്രൂഫിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം ആ ഒരു ID പ്രൂഫ് അപ്ലോഡും ചെയ്തിരിക്കേണ്ടതാണ്.
അപ്ലോഡ് ചെയ്യുമ്പോൾ ID പ്രൂഫിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നെക്സ്റ്റ് ആൻഡ് റിവ്യൂ എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ ഒന്നും കൂടി വരുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കൺഫേം ചെയ്യേണ്ടതാണ്. എല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ലോക്ക് ആൻഡ് സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടാമത്തെ രജിസ്ട്രേഷൻ, അതായത് യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നതാണ്. ഇനി അടുത്ത മൂന്നാമതായിട്ടുള്ള കോമൺ ആപ്ലിക്കേഷൻ ഫോം. അപ്പോൾ മൂന്നാമത്തെ രജിസ്ട്രേഷൻ ഇവിടുന്ന് സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ ആദ്യം കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ച് നോക്കേണ്ടതാണ്. അതിനുശേഷം ഏറ്റവും അവസാനം, അതായത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രൊസീഡ് ഫോർ കോമൺ ആപ്ലിക്കേഷൻ ഫോം എന്നൊരു സെക്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ടിപ്സ് ആയിരിക്കും കാണിച്ചയക്കാം. ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ നാഷണാലിറ്റി, അതുപോലെ തന്നെ മദർ ടങ് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ നാഷണാലിറ്റി സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മൈനോറിറ്റി സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്. മൈനോറിറ്റി വിഭാഗത്തിൽ പെടുന്നതാണെങ്കിൽ യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ നോ സെലക്ട് ചെയ്യുക. യെസ് എന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ മദർ ടങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മദർ ടങ് ഇവിടെ എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ മദർ ടങ് ആയിട്ടുള്ളത് അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡൊമസൈൽ സ്റ്റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡൊമസൈൽ സ്റ്റേറ്റ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അവിടെ അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് മാരേജൽ സ്റ്റാറ്റസ് ആണ്. അപ്പോൾ നിങ്ങളുടെ മാരേജൽ സ്റ്റാറ്റസ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ പ്ലേസ് ഓഫ് ബർത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ അവിടെ സെലക്ട് ചെയ്യുക. അതല്ല ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പം ഇന്ത്യ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഏത് സ്റ്റേറ്റിലാണ് ജനിച്ചിട്ടുള്ളതെന്നാണ്. അപ്പോൾ അത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഏത് ഡിസ്ട്രിക്റ്റിലാണ് ജനിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും അവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം വില്ലേജ്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങൾ ജനിച്ചത് ഏത് സ്ഥലത്താണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഓൾട്ടർനേറ്റീവ് കോൺടാക്റ്റ് ഇൻഫർമേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ എൻ്റർ ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ, ഓൾട്ടർനേറ്റീവ് ഇമെയിൽ ID, മൊബൈൽ നമ്പർ തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിർബന്ധമായിട്ട് പറയുന്നില്ല, ഉള്ളവർ അവിടെ എൻ്റർ ചെയ്താൽ മതി. അതിനുശേഷം നെക്സ്റ്റ് ആൻഡ് റിവ്യൂ എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഈ ഒരു സെക്ഷനിൽ പ്രിവ്യൂ ആയിട്ട് വരുന്നതാണ്. എല്ലാം കറക്റ്റ് ആണെങ്കിൽ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ടിപ്സ് ആയിരിക്കും കാണിച്ചയക്കാം. ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ ഫാദറിൻ്റെയും അതുപോലെ തന്നെ മദറിൻ്റെയും ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പേരൻറ്റിൻ്റെ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ പേര്, ഒക്കുപ്പേഷന്, നാഷണാലിറ്റി തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഫാദറിൻ്റെയും മദറിൻ്റെയും ഡീറ്റെയിൽസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എൻ്റർ ചെയ്യേണ്ടതാണ്. എല്ലാം എൻ്റർ ചെയ്ത ശേഷം നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിവ്യൂ വരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ടിപ്സ് ആയിരിക്കും കാണിച്ചയക്കാം. ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റിയാണോ അത് അവിടെ സെലക്ട് ചെയ്യുക. SC ST ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിരിക്കേണ്ടതാണ്. അൺറിസർവ്ഡ്, അതായത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയാണോ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ ഒരു ടിക്ക് ബോക്സ് കാണിക്കുന്നതാണ്. അതിൽ ടിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ആൻഡ് റിവ്യൂ എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻട്രഫേസ് ആയിരിക്കും കാണിച്ചയക്കാം. അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെയും പ്രിവ്യൂ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ നോക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഇൻട്രഫേസ് ആയിരിക്കും കാണിച്ചയക്കാം. ഇവിടെ ഡിസബിലിറ്റിയുടെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് ആൻഡ് റിവ്യൂ എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ പ്രിവ്യൂ വരുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ടിപ്സ് ആയിരിക്കും കാണിച്ചയക്കാം. ഈ ഒരു സെക്ഷനിൽ അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം കറസ്പോണ്ടൻ്റ് അഡ്രസ്സാണ്.
അപ്പം നിങ്ങളുടെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ്, വില്ലേജ്, പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അഡ്രസ്സിൻ്റെ കൂടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ നിൽക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഈസ് യുവർ പെർമനൻറ്റ് അഡ്രസ് സെയിം ആസ് കറസ്പോണ്ടൻ്റ് അഡ്രസ്സ്. അപ്പോൾ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സും അതുപോലെ തന്നെ കറസ്പോണ്ടൻ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒറ്റ ടിക്ക് ബോക്സിലൂടെ, അതായത് യെസ് ഓർ നോ ഓപ്ഷനിലൂടെ ഡയറക്റ്റ് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ല ഡിഫറൻ്റ് ആണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് എൻ്റർ ചെയ്യേണ്ടതാണ്. അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത ശേഷം താഴെ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫാദറിൻ്റെ അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫാദറിൻ്റെ അഡ്രസ്സ് ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ കറസ്പോണ്ടൻ്റ് അഡ്രസ്സ് തന്നെയാണ് ഫാദറിൻ്റെയും അഡ്രസ്സ് എങ്കിൽ നിങ്ങൾക്ക് അവിടെ എസ് ക്ലിക്ക് ചെയ്ത് എളുപ്പത്തിൽ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ല ഡിഫറൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ സെയിം തന്നെയാണ്, മദറിൻ്റെ അഡ്രസ്സും അവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മദറിൻ്റെ അഡ്രസ്സും സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ യെസ് ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് ആൻഡ് റിവ്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സിൻ്റെ പ്രിവ്യൂ വരുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് വായിച്ചു നോക്കുക. അതിനുശേഷം സബ്മിറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത് ഇന്ത്യയിൽ നിന്നാണോ അതോ ഇന്ത്യക്ക് പുറത്തു നിന്നാണെന്നാണ്. അപ്പോൾ ഇന്ത്യ ആണെങ്കിൽ അവിടെ ഇന്ത്യ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റിംഗ് കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ ആദ്യം ക്വാളിഫിക്കേഷൻ ലെവലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ഏത് ക്വാളിഫിക്കേഷൻ ആണോ എന്നുള്ളത് അത് സെലക്ട് ചെയ്യുക. 10ാം ക്ലാസ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതില്ല, ഓൾറെഡി 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് +2, ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ഒക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഈ സെക്ഷനിൽ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇപ്പം +2 സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ക്വാളിഫിക്കേഷൻ സ്റ്റാറ്റസിൻ്റെ ലെവലിൽ എക്സാം പാസ്സായിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റഡ് സെലക്ട് ചെയ്യുക, അതല്ലെങ്കിൽ അപ്പിയറിംഗ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് സ്റ്റേറ്റിന് കീഴിലാണ് പഠിക്കുന്നത് അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഏത് ബോർഡിൻ്റെ കീഴിൽ നിന്നാണ് പഠിച്ച് പാസ്സായിട്ടുള്ളത് അത് എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്തായിട്ട് നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് പഠിച്ച് പാസ്സായിട്ടുള്ളത് അല്ലെങ്കിൽ കോളേജ് നെയിമാണ് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ അത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ +2 ഏതൊക്കെ സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടോ ആ ഒരു സബ്ജക്റ്റിൻ്റെ പേരെല്ലാം അവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. ഓരോ സബ്ജക്റ്റ് എൻ്റർ ചെയ്ത് കോമയിട്ട് നിങ്ങൾ അതെല്ലാം എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ +2ൻ്റെ റോൾ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ +2ൻ്റെ റോൾ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് അവിടെ എൻ്റർ ചെയ്യുക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ തന്നെ സർട്ടിഫിക്കറ്റ് എന്താണോ ഇഷ്യൂ ചെയ്തിട്ടുള്ള അതിൻ്റെ ഡേറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്ന പെർസെൻറ്റേജ് ഓഫ് മാർക്ക് അല്ലെങ്കിൽ CGP ആണ്. അപ്പോൾ നിങ്ങൾ എത്ര മാർക്ക് +2 ലഭിച്ചിട്ടുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. ഇത്രയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് പാസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളവർക്ക് ഉണ്ടാവുക. +2 നിങ്ങളവിടെ അപ്പിയറിംഗ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്നാണോ +2 ജോയിൻ ചെയ്ത് അതിൻ്റെ ഡേറ്റ്, അതുപോലെ തന്നെ എന്നാണ് കംപ്ലീറ്റ് ചെയ്യുന്ന ഡേറ്റ്, മീഡിയം ഓഫ് സ്ട്രീം തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് അവിടെ അപ്പിയറിംഗ് സെലക്ട് ചെയ്യുന്നവർക്ക് ഉണ്ടാവുക. ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഡിഗ്രിയുടെ ഡീറ്റെയിൽസും ഇതുപോലെ സെയിം ആയിട്ട് തന്നെ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് ആൻഡ് റിവ്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ പ്രിവ്യൂ ആ ഒരു സെക്ഷനിൽ വരുന്നതാണ്. എല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റിംഗ് കാണാൻ സാധിക്കാം. ഇവിടെ എംപ്ലോയ്മെൻറ്റ് എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ആയിട്ടുള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. എസ് എന്ന് കൊടുക്കുന്നവർ അത് ഏത് എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഫിൽ ചെയ്യേണ്ടതാണ്. അതിനുശേഷം നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രിവ്യൂ വരുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് സബ്മിറ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റിംഗ് കാണാൻ സാധിക്കാം. ഇവിടെ അച്ചീവ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ എസ് നൽകുക, അല്ലെങ്കിൽ നോ നൽകുക. അതിനുശേഷം പ്രിവ്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെയും പ്രിവ്യൂ വരുന്നതാണ്. ജസ്റ്റ് സബ്മിറ്റ് നൽകുക. അതിനുശേഷം നിങ്ങളുടെ പ്രീവിയസ് UPC എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഫിൽ ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ അവിടെ നോ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന UPSC എക്സാമിൽ നിന്നും നിങ്ങൾ DBAR ചെയ്തിട്ടുണ്ടോ എന്നാണ്. ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ആൻഡ് പ്രിവ്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രിവ്യൂ ആണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ വെരിഫൈ ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക.
സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓപ്ഷനായിരിക്കും കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫോട്ടോ 20 KB-ക്കും 200 KB-ക്കും ഇടയിൽ ആയിരിക്കേണ്ടതാണ്. സിഗ്നേച്ചർ 20 KB-ക്കും അതുപോലെ തന്നെ 100 KB-ക്കും ഇടയിലായിരിക്കേണ്ടതാണ്. ഈ ഒരു 2 കാര്യങ്ങളും അപ്ലോഡ് ചെയ്ത ശേഷം താഴെ സേവ് ആൻഡ് സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷനായിരിക്കും കാണാൻ സാധിക്കുക. നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ആയിരിക്കുന്നതാണ്. അതിനുശേഷം പ്രൊസീഡ് ഫോർ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ഈ ഒരു സെക്ഷനിൽ വരുന്നതാണ്. നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് കാണാനായിട്ട് വ്യൂ അല്ലെങ്കിൽ പ്രിൻറ്റ് മൈ പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ വീണ്ടും ഹോം പേജിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഹോം പേജിൽ ഒരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീണ്ടും മെയിൻ പേജിലേക്ക് പോകുന്നതാണ്. ഇതാണ് മെയിൻ പേജിൻ്റെ ഇൻ്റർഫേസ്. ഈ ഒരു സെക്ഷനിലെ 4ാമത്തെ ഓപ്ഷനിൽ 2ാമത്തെ ഓപ്ഷൻ, അതായത് അപ്ലൈ ഫോർ എക്സാമിനേഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓപ്ഷനായിരിക്കും കാണാൻ സാധിക്കുക. ഇവിടുന്ന് കാണാൻ സാധിക്കുന്നതാണ് 2 എക്സാമിനേഷൻ, നാഷണൽ ഡിഫൻസ് അക്കാഡമി അതുപോലെ തന്നെ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ്. അപ്പോൾ അതിൽ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ അപ്ലൈ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓപ്ഷനായിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ്റെയും അതുപോലെ തന്നെ കോമൺ ആപ്ലിക്കേഷൻ ഫോമിൻ്റെയും ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിനായിട്ട് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വ്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് വെരിഫൈ ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസും വെരിഫൈ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ സെക്ഷനിൽ നിന്നും കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം എല്ലാം വെരിഫൈ ചെയ്ത ശേഷം താഴെ ചെറിയൊരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അത് ടിക്ക് ചെയ്ത് ലോക്ക് കോമൺ ആപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷനായിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പോപ്പപ്പ് വിൻഡോ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ യെസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷനായിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം സേവ് ആയിരിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ലെവൽ സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ലെവൽ ഇവിടെ സെലക്ട് ചെയ്യുക. +2 പാസ്സാണെങ്കിൽ +2 പാസ്ഡ് സെലക്ട് ചെയ്യുക. അതല്ല അപ്പിയറിംഗ് ആണെങ്കിൽ അപ്പിയറിംഗ് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ നിങ്ങൾ സൈനിക് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സൈനിക് സ്കൂളിൽ പഠിക്കുന്നവരാണെങ്കിൽ അവിടെ അത് ക്ലിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ നോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ആൻഡ് റിവ്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ പ്രിഫറൻസ് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1, 2, 3, 4 അങ്ങനെ ഓരോ നമ്പർ അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ പ്രിഫറൻസ് നൽകാൻ സാധിക്കുന്നതാണ്. പ്രിഫറൻസ് നൽകിയ ശേഷം നെക്സ്റ്റ് ആൻഡ് റിവ്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ, അതായത് ഇപ്പോൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസിൻ്റെ പ്രിവ്യൂ വരുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. പേയ്മെൻറ്റ് അടയ്ക്കേണ്ട കാൻഡിഡേറ്റ്സിന് ഇങ്ങനൊരു സെക്ഷനായിരിക്കും കാണാൻ സാധിക്കുക. പേയ്മെൻറ്റ് അടയ്ക്കാത്ത കാൻഡിഡേറ്റ്സ്, അതായത് ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, SC ST കാൻഡിഡേറ്റ്സിന് ഈ ഒരു സെക്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അവർ ഡയറക്റ്റ് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഫീസ് അടയ്ക്കേണ്ട കാൻഡിഡേറ്റ്സ് നിർബന്ധമായിട്ടും ഈ ഒരു സെക്ഷനിലൂടെ ഫീസ് അടയ്ക്കേണ്ടതാണ്. ഏകദേശം 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഫീസ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഫീസ് അടച്ച ശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ എക്സാമിനേഷൻ സെൻറ്റർ ചൂസ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലും എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ടായിരിക്കുന്നതാണ്. കേരളത്തിലെ 3 സ്ഥലത്താണ് എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സെൻറ്റർ നിങ്ങൾ ചൂസ് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ഡിക്ലറേഷൻ കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം നെക്സ്റ്റ് ആൻഡ് റിവ്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ആണ് ഈ ഒരു സെക്ഷനിൽ വന്നിരിക്കുന്നത്. എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കുക. അതിനുശേഷം ഏറ്റവും താഴത്തേക്ക് വരുമ്പോൾ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പോൾ 2025 സെക്കൻഡ് ND എക്സാമിനേഷൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ വീണ്ടും മെയിൻ പേജിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തിരിക്കേണ്ടതാണ്. അതിൽ നിങ്ങൾ മൈ ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ND എക്സാമിനേഷൻ്റെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിരിക്കുന്നത്. ഇങ്ങനെയാണ് ND എക്സാമിനേഷന് അപേക്ഷിക്കേണ്ട ശരിയായ രീതി. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം ഓൺലൈൻ വഴി ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.